വിജയ് ചിത്രം ജനനായകന്റെ റിലീസുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളാണ് അരങ്ങേറുന്നത്. സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത കാരണം നേരത്തെ ജനുവരി 9 റിലീസ് ചെയ്ത് പ്രഖ്യാപിച്ച ചിത്രം മാറ്റിവെക്കുകയായിരുന്നു. സിനിമയുടെ സെൻസർ അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സിനിമയുടെ നിർമ്മാതാക്കൾ. എന്നാൽ ഇപ്പോഴത്തെ സിനിമയെ തേടി വമ്പൻ ഓഫറാണ് എത്തിയിരിക്കുന്നത്. ചിത്രത്തിലെ നിർമ്മാതാക്കളായ ഐമാക്സ് ഇന്ത്യ സമീപിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ജനനായകൻ ഐമാക്സ് ഫോർമാറ്റിൽ പ്രദർശിപ്പിക്കാനെത്തുമെന്നാണ് ഐമാക്സ് ഇന്ത്യ ശ്രമിക്കുന്നതെന്ന് റിപ്പോർട്ടുകളുണ്ട്. ചിത്രം ആദ്യം ഐമാക്സിൽ പുറത്തിറക്കാൻ നിർമ്മാതാക്കൾ പ്ലാൻ ചെയ്തുവെങ്കിലും അവതാർ ഫയർ ആൻഡ് ആഷിൻ്റെ റിലീസ് കാരണം സ്ക്രീനുകൾ കിട്ടാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ റിലീസ് മാറ്റിയോടെ ഐമാക്സിൽ അധികൃതർ ജനനായകനെ സമീപിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം. വിജയുടെ ഐമാക്സിൽ റിലീസാവുന്ന ആദ്യ സിനിമയല്ല ഇത്. ലോകേഷ് കനകരാജ് ചിത്രം ലിയോ, വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്ത ദ ഗോട്ട് എന്നിവയും മുമ്പ് ഐമാക്സ് റിലീസ് ചെയ്ത വിജയ് ചിത്രങ്ങളാണ്. ലിയോ തമിഴകത്തെ ആദ്യത്തെ ഐമാക്സ് ചിത്രമായിരുന്നു. ലിയോ വമ്പൻ വിജയമാണ് നേടിയതും. ജനുവരി 9 ജനനായകന്റെ ആദ്യത്തെ റിലീസ് ഡേറ്റ്. സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ച തീയതിയിൽ നിന്ന് സിനിമ മാറ്റിവെച്ചത്. പലയിടത്തും സിനിമയുടെ ബുക്കിംഗ് ഉൾപ്പെടെ ആരംഭിച്ചിരുന്നു. തുടർന്ന് ഈ ടിക്കറ്റുകളെല്ലാം റീഫണ്ട് ചെയ്യുകയായിരുന്നു.